കടുമാങ്ങയ്ക്കുള്ള മുളകാണ്. അപ്പൊ പിരിയമുളകാണ് ഇട്ടത്. ഇത് നന്നായി കഴുകിയിട്ടുണ്ട്. ഭയങ്കര മണ്ണായിരുന്നു. പിന്നെ ഇനി ഇതിന്റെ എന്താണ് ഞെട്ടി പിന്നെ മുഴുവൻ കളയണം. എന്നിട്ട് വേണം കടുമാങ്ങയ്ക്ക് എന്താണ് പൊടിക്കാൻ. അല്ലെങ്കിൽ എന്താ അറിയോ, പെട്ടെന്ന് കടുമാങ്ങ ചീത്തയാവും. അപ്പോൾ പിരിയമുളകാവുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് മറ്റേ മുളകും കുറച്ച് പിരിയമുളകും കൂടിയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇടുക. അപ്പോൾ മാങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മുളകും കൂടി ഉണങ്ങി വേണ്ടു. അത് കഴിഞ്ഞാൽ പിന്നെ കടുക്, ഉലുവ അതൊക്കെ പൊടിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ആദ്യം ഒന്ന് വെയിലിട്ടു. അത് നനഞ്ഞ കാരണേ 2 ദിവസം ഉണങ്ങണം. ഈ വേനൽക്കാലമായാലേ നമുക്ക് കൊണ്ടാട്ടങ്ങൾ ഉണ്ടാക്കാം. അരിക്കൊണ്ടാട്ടമാണ് മെയിന്. പിന്നെ പയറ്, കയ്പ്പ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത കാരണം അതൊന്നും ഇപ്പം അങ്ങനെ ഉണ്ടാക്കാറില്ല. ചോറുകൊണ്ട് ഇടയ്ക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കുമെന്നല്ലാതെ അരി അരച്ചിട്ടുള്ള കൊണ്ടാട്ടം ഉണ്ടാക്കൽ വളരെ കുറവാണ്. കുട്ടികളൊന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ചോറ് അരച്ചിട്ടുള്ള കൊണ്ടാട്ടം. അത് ഞാനൊരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മുളക് ഉണക്കുക എല്ലാം, പിന്നെ മല്ലി ഒക്കെ നമുക്കൊരു 2 കിലോ ഒക്കെ എന്താണ് പൊടിച്ച് വെക്കാം. കുറേ കാലം നിൽക്കും. അപ്പോൾ നല്ല ഉണങ്ങുമ്പോൾ പിന്നെ പെട്ടെന്ന് അത് ചീത്തയാവില്ല. നമ്മൾ പൊടി മേടിക്കുന്നേക്കാളും നല്ലതാണല്ലോ നല്ലോണം കഴുകി ഉണക്കി വെക്കുക. ഇതും അതെ, നല്ലോണം കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം നിൽക്കും. വേണമെങ്കിൽ ഇതിൽ കുറച്ചൊരു ഉപ്പിട്ടിട്ട് വെക്കാം. അപ്പോൾ ചീത്തയാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ പിരിയമുളക് ഉണക്കണത് കടുമാങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്ലാസ്റ്റിക് മുറ. ഇന്നിപ്പോ ഒരു ചേമ്പോണ്ടൊരു കാളൻ, പിന്നെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചക്ക വറുത്ത് നോക്കിട്ടോ. പക്ഷെ അത് എന്താ പറയാ, ചക്ക നന്നായി മൂത്തുപോയി. അപ്പൊ അതൊരു തുണ്ടം വറുത്ത് നോക്കിയപ്പോ നന്നായില്ല. പിന്നെ അതങ്ങനെ അവിടെ വെച്ചു. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് ചക്ക കൊണ്ടൊരു എലിശ്ശേരിയും പിന്നെ വഴുതനങ്ങ കൊണ്ടൊരു ഉപ്പേരിയാണ് ഇന്നത്തെ ഒരു ലഞ്ച്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാട്ടോ. ചേമ്പും വഴുതനയും ചക്കയൊക്കെ ഇവിടുന്നുണ്ടായതല്ലേ? എല്ലാം ഇവിടെ ഉണ്ടായത് തന്നെയാണ്. വഴുതനങ്ങ രണ്ടാമത് അതെ, പഴയ ചെടി. വഴുതനങ്ങയൊക്കെ ഒരു കൊല്ലം വെച്ചാൽ 2-3 കൊല്ലം പോയി. പിന്നെ വന്നിട്ടൊന്ന് ശരിയാക്കിയപ്പോ വീണ്ടും കായായി. എന്ത് നട്ടാലും മയില് തന്നെയാണ്. പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് വിടുമ്പോ സ്ഥലം വിടുമ്പോ എല്ലാം പഴയ പോലെ വാടി കൊഴിഞ്ഞിട്ടു. വെച്ചിട്ട് പോവാതിരിക്കാനും പറ്റില്ലല്ലോ. എവിടേക്കാ പോളെന്ന് വിചാരിക്കും കേട്ടോ. ഞങ്ങൾ ഇനി ഒന്ന് സ്വപ്നയുടെ അടുത്തേക്ക് പോകണ്ട. 1 വർഷമായി പോയിട്ട്. അപ്പൊ മിത്തു ഇങ്ങനെ വാശി പിടിക്കാൻ തുടങ്ങി ചെല്ലാൻ പറഞ്ഞിട്ട്. അവൾക്കാണെങ്കിൽ ഇപ്പൊ സ്കൂള് അത്രയധികം വെക്കേഷനും ഇല്ല. വലിയ ഞങ്ങളുടെ ദേശത്തെ ഉത്സവമാണ്. അതെ, കാരണം ഇവിടെ കൂറിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്ത് പോവാൻ പാടില്ല എന്നാ പറയാ. അതെ, അപ്പൊ കൂറിടുമ്പോ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ അല്ലേ? 15 ദിവസമേ ഉള്ളൂ കേട്ടോ. ഇല്ലേ? വെറുതെ പോണപ്പോ അവിടെ വരേണ്ട ആവശ്യമുണ്ട്. അതെ, കുട്ടികളൊക്കെ നാട്ടിലല്ല ഇന്ത്യയിൽ തന്നെ ആയ കാരണം നമുക്ക് വിചാരിക്കുമ്പോഴേക്കും ഓടി എത്താൻ പറ്റും കേട്ടോ. അവർക്കായാലും അതെ, വിചാരിക്കുമ്പോഴേക്കും വരാം. വെള്ളത്തോടക്കനല്ലേ? വെള്ളത്തോടക്കൻ തന്നെ. ചേമ്പോണ്ട് നമ്മള് അങ്ങനെയല്ലേ വെക്കുക, വെള്ളത്തോടെ. ഇതിലേക്ക് ഞാൻ ഈ കഷ്ണം വേവാനുള്ളത്ര വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണ് മുളക് പൊടി, പിന്നെ ഉപ്പ്. ഇതൊരു 2 വിസിൽ വരുമ്പോഴേക്കും വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നാളികേരം അരക്കണം കേട്ടോ. അപ്പൊ ഞാനൊരു 1/2 മുറി നാളികേരം ഫുള്ളില്ല, ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ള 1/2 മുറിയുടെ. പിന്നെ കുറച്ച് ജീരകം, പിന്നെ മോരിട്ടോ. ഇത് ഞാൻ എന്താ വെച്ചാല് നമ്മള് വെണ്ണ എടുത്തിട്ടില്ലേ, അതിന്റെ മോര. അപ്പൊ നല്ല എന്താ പറയാ കട്ടി ഉണ്ടാവും മോര്. അതും കൂടി കട്ടി മീൻസ് ഇത് കൊഴുപ്പ് കേട്ടോ. വെള്ളം പോലെ ആവും, പക്ഷെ കൊഴുപ്പ് ഉണ്ടാവും അത്.
അപ്പൊ ഇത് അരക്കട്ടെ. ഇത് 2 വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഇനി നോക്കട്ടെ. ഓ നല്ല വെന്തിട്ടുണ്ട്. കുറച്ചും കൂടി മോര് പാരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ നാളികേരം അരച്ചത് വരും. ഇതിൽ പച്ചമുളക് ഇട്ടിട്ടില്ല. ഇതിങ്ങനെ ഒരു ചുവന്ന കളറാവും കൂട്ടാൻ. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. കുറച്ചും കൂടി ഉപ്പിടണം. തിളച്ചു. ഇനി ഇത് കടുകും മുളകൊക്കെ വറുത്തിടണം കേട്ടോ. അത് വറുത്തെടുത്ത് കുറച്ച് എണ്ണ പാർന്നു. കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ മോര് പാർന്ന കൂട്ടാനിലൊക്കെ ഉലുവ ഇട്ടാൽ നല്ലൊരു സ്വാദാ. പിന്നെ കടുക്, മുളക്, കറിവേപ്പില. കടുകൊക്കെ പൊട്ടിന് ഓഫ് ചെയ്തിട്ട് ഞാനൊരു കുറച്ചും കൂടി മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. മുളക് പൊടി ഒന്ന് മൂത്തു. ഇനി ഇത് ഇതിലേക്ക് പാരും. ഇനി ഞാൻ ചക്കലിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് മമ്പയർ ഞാൻ പുതിർത്തി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഈ കുക്കറിൽ തന്നെ എടുത്ത്. ഇത് ഞാൻ ഉപ്പൊന്നും ഇടുന്നില്ല, വെറുതെ വേവിക്കുന്നേ ഉള്ളൂ. പയറ് നല്ല വെന്തിട്ടുണ്ട്. ചക്കയുണ്ട്, ചക്കക്കുരു ഉണ്ട് കേട്ടോ. നമ്മൾ കൂട്ടാൻ വെക്കുമ്പോൾ ചക്കക്കുരു ഇടണം എന്നാ പറയാ ചക്കയുടെ കൂടെ. അപ്പൊ അതിന് ഒപ്പം വെള്ളം വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി. ഇതൊരു 2 വിസിൽ വരുമ്പോഴേക്കും നല്ല വേവ് കിട്ടോ. അപ്പൊ അവരുടെ വേവുമ്പോഴേക്കും നമുക്ക് അരപ്പുണ്ടാക്കും. ഇനി ഇതിലേക്ക് ഒരു 1/4 മുറി നാളികേരം, ഇതൊരു മുറി ചെറുകിയത് കേട്ടോ. അതില് ഇപ്പൊ 1/4 മുറി എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 സ്പൂണ് ജീരകം കൂടിയിട്ട്. അത്ര നന്നായി അരക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. കുറച്ചൊന്ന് അരച്ചിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മള് അവിയലിന് അരക്കിനേക്കാളും അരയണം, പക്ഷെ നന്നായി അരയും വേണ്ട. അങ്ങനെ ഒരു പരുവത്തില് അരച്ചത്. അത് ചക്കക്കുരു വെന്തു. ഇനി ഇതിലേക്ക് ഈ അരപ്പ് ചേർക്കാം. ഇതൊന്ന് തിളച്ചാൽ വാങ്ങിയിട്ട് നമുക്ക് വറുത്തിടാം കേട്ടോ. ഉപ്പ് നോക്കട്ടെ. കുറച്ചും കൂടി ഉപ്പ് വേണം. തിളച്ചു കിട്ടോ. ഇനി അത് വാങ്ങി വെച്ച് നമുക്ക് വറുത്തിടാം. എണ്ണ പാരുന്നുണ്ട്. കുറച്ചധികം എണ്ണ വേണം, എന്താ വെച്ചാൽ നാളികേരം വറുത്തിടുന്ന കാരണം. പിന്നെ മുളക്, ഒരു 2 മുളക് ഇട്ടിട്ടുണ്ട്. 1 സ്പൂണ് കടുക്. കടുകൊന്ന് പൊട്ടിയിട്ട് കേട്ടോ നാളികേരം ഇടാൻ പാടുള്ളൂ. നാളികേരം നമ്മളുടെ ഇഷ്ടം കേട്ടോ വറുക്കുന്നത്. എത്ര വേണമെങ്കിലും വറുത്തിടാം. ഞാൻ ഇത് കുറച്ചൊരു പിടി എടുത്തിട്ടുള്ളൂ. കടുക് പൊട്ടി. ഇനി നാളികേരം. ഇനി നാളികേരം നല്ല ബ്രൗൺ കളറായിട്ട് വറുക്കണം. തേങ്ങ നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 2 കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്യും. ചക്ക എരിശ്ശേരി റെഡി ആയി കേട്ടോ. ഇതിങ്ങനെ അധികം വെള്ളം പാടില്ല. ഇനി ഒരു വഴുതനങ്ങ ഉപ്പേരിയാണ്. അപ്പൊ ഞാൻ വഴുതനങ്ങ ഒന്ന് നുറുക്കി വെള്ളത്തിലിട്ട് അതിന്റെ കട്ടൊക്കെ കളഞ്ഞ് ഒരു 1/2 സ്പൂണ് മഞ്ഞപ്പൊടിയും ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടി പുരട്ടി വെച്ചതാട്ടോ അത്. അപ്പൊ അതൊന്ന് ഈ വഴുതനങ്ങയിൽ പിടിക്കും. ഇനി നമുക്ക് ഉള്ളി വഴറ്റണം. എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടായി. ഞാനൊരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ അത്. 2 കറിവേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ടു. അത് നമ്മൾ ചെറുതല്ലേ, അത് ഇതിൽ തന്നെ കിടന്ന് വെന്തോളും. ഇനി ഇത് ഒന്ന് വാടിയിട്ടോ. അധികം വാടണ്ട. എന്താ വെച്ചാൽ നമുക്ക് ഈ വഴുതനങ്ങയിൽ കിടന്നിട്ട് ഈ ഉള്ളി നന്നായി വെന്തോളും. അപ്പോൾ കുറച്ച് ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് ഒരു 3/4 സ്പൂണ് മല്ലിപ്പൊടി, ഒരു വെറൈറ്റി, പിന്നെ കുറച്ച് ജീരകപ്പൊടി കേട്ടോ. ഒരു 1/2 സ്പൂണ് ജീരകപ്പൊടി. ജീരകപ്പൊടി അധികം ആവരുത്, അതിനൊരു ഭയങ്കര ഒരു മണം ഉണ്ടല്ലോ. അപ്പൊ അത് കുറച്ച് അധികമായി അതിങ്ങനെ ഒരു കുത്തണം ഇതാവും. പിന്നെ കുറച്ച്
ഉപ്പ് ഓൾറെഡി ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി വഴണ്ടു. ഇനി ഈ വഴുതനങ്ങ ഇതിലിടും. ഇനി ഒന്ന് അടച്ചു വെക്കണേ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. ഈ സ്പൂണിന് 1 സ്പൂണും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. എന്താ വെച്ചാൽ മസാലയൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ഇനി ഇതൊന്ന് അടച്ചു വെക്കട്ടെ. സിമ്മിലാക്കിയിട്ട് അടച്ചു വെക്കണേ. വഴുതനങ്ങപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. നാടൻ ലഞ്ച് റെഡി ആയി കേട്ടോ. കാളൻ, ചക്കാണ്ട് ഒരു എലിശ്ശേരി, പിന്നെ വഴുതനങ്ങ ഉപ്പേരി. അപ്പൊ ഇനി ഇത് നമുക്ക് വിളമ്പി കഴിക്കാം കേട്ടോ. സുരേട്ട ഇരുന്നോളൂ. വഴുതനങ്ങ ഉപ്പേരി, പിന്നെ മുളകാ പച്ചടി. പിറന്നാളാ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ. പിന്നെ മാങ്ങാക്കറി. ഇതിപ്പോ ഞാൻ അടുത്തുണ്ടാക്കിയ മാങ്ങാക്കറി കേട്ടോ. പിന്നെ ചക്കരിശ്ശേരി. ഇത് അടിപൊളിയാ. ഇത് മതി കൂട്ടാൻ മാത്രം മതി. പിന്നെ പപ്പടില്ല, അതിന്റെ കുറവ് ഞാൻ. ഇത് പക്ഷെ എന്താ പറയാ, നന്നായില്ല. ചക്ക വറുത്തത് മൂപ്പ് കൂടി. ചക്ക മൂപ്പ് കൂടി, അതാണ് കാരണം. സ്ഥാനം തെറ്റിട്ടാ. സ്ഥാനം തെറ്റിയാ. ഇവിടെ ഇങ്ങോട്ട് ഒക്കെ ഒരു വയറ്റിലേക്കല്ലേ പോണത്. അത് സാരില്ല, നമ്മള് സദ്യ ഒന്നും അല്ലല്ലോ. ഇത് മാത്രം മതി. ചക്കരശ്ശേരി എങ്ങനെയുണ്ട് ഉപ്പേരി? ഉപ്പേരി വെറൈറ്റി അല്ലേ? വെറൈറ്റി. അതൊരു സ്പൈസി. നന്നായിട്ടുണ്ടോ? ഇത് ചപ്പാത്തിക്ക് ഒരു ബാജി ഇട്ട് കഴിക്കാട്ടോ. ഈ എന്താ വഴുതനങ്ങ ഞാൻ മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയാട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ. ബൈ, താങ്ക് യു.